സിന്ദൂരരേഖ ഭാഗം 2. പോകുന്നില്ലേ നീ ഇന്ന്? രാവിലെ മനു ഉറക്കം ഉണർന്നു വരുമ്പോൾ സോഫയിലിരുന്ന് പത്രം വായിക്കുന്ന ഉണ്ണിയെ നോക്കി അവൻ ചോദിച്ചു. നോക്കുമ്പോൾ സമയം 10 കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നവനാണ്. ഇന്ന് പോകുന്നില്ല. പത്രം സോഫയിലേക്ക് ഇട്ടുകൊണ്ട് ഉണ്ണി അവനോട് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞതും മനു അവനെ ഒന്ന് ഇരുത്തി നോക്കി. അതിന് പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമില്ലേ എന്ന രീതിയിൽ. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും ലീവ് എടുക്കാത്ത ആളാണ് ഉണ്ണി. അത്രയും അത്യാവശ്യ കാര്യം വരുമ്പോൾ മാത്രമേ ലീവ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ പേഷ്യൻസ് ആണ് വലുതെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് ഓടുന്നവനാണ്. അതെന്താ ഇന്ന് പോകാത്തത്? സംശയത്തിൻ്റെ മുഖത്തോടെ മനു ഉണ്ണിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ ഉണ്ണിയുടെ മുഖത്ത് ആകെ ഒരു കള്ള ലക്ഷണം മനു മണത്തറിഞ്ഞു. ഇതെന്ത് പാട്? എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുന്നതല്ലേ. ഇന്ന് ഏട്ടൻ ഇവിടെ ഉള്ളതല്ലേ. അതുകൊണ്ട് കുറച്ച് സമയം ഏട്ടൻ്റെ കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നമുക്കിവിടെ കൂടാം. ഉണ്ണി അവനെ നോക്കി വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. മനു ആണെങ്കിൽ അതത്ര വിശ്വാസം വരാത്ത രീതിയിൽ അവനെ വീണ്ടും വീണ്ടും സംശയത്തോടെ നോക്കുന്നുണ്ട്. അത് കണ്ടതും ഉണ്ണി പിന്നെ അവനെ നോക്കാൻ നിൽക്കാതെ വീണ്ടും പത്രം കയ്യിലെടുത്ത് അത് വായിക്കാൻ തുടങ്ങി. അമ്മ! ഉണ്ണിയുടെ ഈ ഓവർ എക്സ്പ്രഷൻ കണ്ടതും മനു അകത്തേക്ക് നോക്കി അമ്മയെ വിളിച്ചു. അവൻ വിളിച്ചു കുറച്ച് സമയം കഴിഞ്ഞതും അമ്മ കയ്യിൽ അവനുള്ള ചായയുമായിട്ട് പുറത്തേക്ക് വന്നു. ഇവൻ എന്താ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാത്തത്? അത് നിനക്ക് അവനോട് ചോദിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചതിന് ഇവൻ തട്ടുമുട്ടും ന്യായങ്ങൾ പറഞ്ഞൊഴിയുവാണ്. ഐ നോ, ഇവൻ എന്തോ ദുരുദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലും വീടുമായിട്ട് കഴിയുന്ന ഇവൻ ഒരിക്കലും വെറുതെ ഒരു ആവശ്യമില്ലാതെ ലീവ് എടുക്കില്ല. മനു ഉണ്ണിയെ കണ്ണു ചുരുക്കി നോക്കി. ഉണ്ണിയാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ പത്രം തിന്നുന്ന തിരക്കിലായിരുന്നു. അവൻ്റെ ആ ഇരിപ്പ് കണ്ടതും മനു അമ്മയെ ഒന്ന് നോക്കി. അമ്മയെ നോക്കിയതും അവൻ്റെ സംശയം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ അമ്മ ചിരി മറച്ചു പിടിക്കാൻ പാടുപെടുകയായിരുന്നു. ഓഹോ, അപ്പോൾ അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് അല്ലേ? എന്ത് പങ്ക്? നീ ഇതെന്തൊക്കെയാ മനു പറയുന്നത്? ചായ കുടിച്ച് തീർത്തിട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഉണ്ണിക്കുട്ടാ, നീയും വാ. ചിരി മറച്ചു പിടിക്കാൻ നന്നേ പാടുപെട്ടിരുന്ന അമ്മ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. ആ തിരിഞ്ഞു നടന്നു പോകുന്ന പോക്കിലും അമ്മ ചിരിക്കുകയാണോ എന്നൊരു സംശയം മനുവിലുണ്ടായിരുന്നു. ചായ കുടിക്കുന്നതിനിടയിലും മനുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ നേർക്കും ഉണ്ണിയുടെ നേർക്കും പോയി. രണ്ടുപേരും തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ തോന്നി അവന്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മനുവും ഉണ്ണിയും അമ്മയും ഹാളിലെ സോഫയിൽ വന്നിരുന്നു. ഏട്ടൻ പോയി വേഗം ഒന്ന് റെഡിയായിട്ട് വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. കണ്ടോ, അപ്പം ഞാൻ ഊഹിച്ചത് വെറുതെ അല്ല. രണ്ടുപേരും കൂടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും മറച്ചു വെക്കുന്നില്ല. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നീ പോയി വേഗം റെഡിയായിട്ട് വന്നേ. അമ്മ അവനോട് ഗൗരവത്തോടു കൂടെ പറഞ്ഞു. ഞാൻ വരുന്നില്ല, രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയാൽ മതി. എനിക്കിന്ന് വൈകുന്നേരം തന്നെ ജയ്പൂരിലേക്ക് പോകേണ്ടതാണ്. അത് വൈകുന്നേരമല്ലേ? ഇപ്പോൾ എന്തായാലും രാവിലെ 10 മണി ആയിട്ടുള്ളൂ. നിനക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് തിരിച്ചെത്താം. അതുകൂടി പറഞ്ഞതും മനു വീണ്ടും സംശയത്തോടെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. നോ മോർ തിങ്സ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നോട് പറയാതെ ഞാൻ വരില്ല. ശരി, ഇനി മറച്ചു വയ്ക്കുന്നില്ല. നിന്നെ ഒരിടത്ത് പെണ്ണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അമ്മ എടുത്തടിച്ചതുപോലെ പറഞ്ഞതും മനുവിൻ്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തു വരും എന്ന രീതിയിലായിട്ടുണ്ട്. വെയിറ്റ്, വാട്ട്? ഒരു നിമിഷത്തെ അന്തിച്ചുള്ള നിൽപ്പിന് ശേഷം മനു അല്പം ഉറക്കെ തന്നെ ചോദിച്ചു പോയി. നിനക്കെന്താ ചെവി കേൾക്കാൻ പറ്റുന്നില്ലെന്നുണ്ടോ? നമ്മൾ നിനക്കൊരു പെണ്ണ് കാണാൻ വേണ്ടി പോവാണെന്ന്. വാട്ട് റബ്ബിഷ് അമ്മ! എനിക്ക് പെണ്ണ് കാണാൻ പോകുന്നോ? ഓ മൈ ഗോഡ്, എനിക്കിപ്പോൾ പെണ്ണും പിടക്കോഴിയൊന്നും വേണ്ട. മനു അപ്പോൾ തന്നെ അത് എതിർത്ത് പറഞ്ഞിരുന്നു. ഇത് തന്നെയായിരിക്കും അവനിൽ നിന്നുള്ള മറുപടി എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഉണ്ണിയും അമ്മയും പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ നിന്നു. പിന്നല്ലാതെ ഈ പ്രായത്തിൽ ഞാൻ പെണ്ണ് കാണാൻ പോണോ? നീ ഒരു കാര്യം മനസ്സിലാക്കി മനു, വയസ്സ് 30 കഴിഞ്ഞു നിനക്ക്. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊരു 1000 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോഴൊക്കെ നീ ഇല്ലല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അറേഞ്ച്ഡ് മാരേജ് നോക്കുന്നതിൽ എന്താ കുഴപ്പം? അമ്മ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവനോട് പറഞ്ഞു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലമ്മ. നിങ്ങൾക്കിതൊക്കെ ചെയ്യുന്നതിനും പറയുന്നതിനുമൊക്കെ മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചുകൂടായിരുന്നോ? നീയല്ലേ ഒരു ദിവസം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എന്താന്ന് വെച്ചാൽ അമ്മ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞത്. ഐ ടുക്ക് ഇറ്റ് സീരിയസ് മനു. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ അവിടെ വരെ പോകാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു, അത് തീരുമാനിക്കുകയും ചെയ്തു. സോ നീ എൻ്റെ കൂടെ വരണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് തീരുമാനിച്ച് റെഡിയാക്കാം. ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ടു റെഡി മനു. അമ്മ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. മനു ഉണ്ണിയെ തിരിഞ്ഞു നോക്കി. അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും ഈ കാര്യം എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോടാ പഴം വിഴുങ്ങി. അവൻ്റെ മുഖത്ത് ദേഷ്യവും ദയനീയതയും ഒരുപോലെ നിറഞ്ഞു. ഐ ആം സോറി ഏട്ടാ, ഞാൻ തന്നെ ഈ ഒരു കാര്യം അറിയുന്നത് ഇന്നലെയാണ്.
പിന്നെ കേട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണ്ട എനിക്ക് കല്യാണം കഴിക്കാൻ. തമാശ കലർത്തി ഉണ്ണി പറഞ്ഞതും മനു അവനെ അടിക്കാനെന്ന രീതിയിൽ കൈയോങ്ങി. ഉണ്ണി അവനെ മറികടന്ന് മുകളിലേക്ക് ഓടിക്കയറി. ഏട്ടൻ ഒന്ന് പോയി ആ കുട്ടിയെ കണ്ടു നോക്ക്. ഷീ ഈസ് ഓൾസോ ആൻ ആർട്ടിസ്റ്റ്. ഷീ വിൽ ബി എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഫോർ യു ഏട്ടാ. മുകളിലേക്ക് ഓടിക്കയറുന്നതിൻ്റെ ഇടയിൽ ഉണ്ണി വിളിച്ചു പറയുന്നത് മനു താഴെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തലയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് മനു മുറിയിലേക്ക് കയറി. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങണോ വേണ്ടയോ എന്നൊക്കെ അവനൊരു 100 തവണ വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും ആലോചിച്ചു. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ ഒരു നിമിഷം കൊണ്ട് മനു ചിന്തിച്ചു പോയി. പിന്നെ അമ്മയുടെ ഇഷ്ടമല്ലേ, പോയി കണ്ടിട്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കളയാമെന്ന് കരുതി ഒരുങ്ങി. ഒരു ഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടു. നീണ്ട മുടി മുഴുവനായി പൊക്കിയെടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെച്ചു. ഈയൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ലാതെയാണ് അവൻ യാത്രയാകുന്നതെന്നത് അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. എങ്കിലും അമ്മയുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലേ എന്ന് കരുതിയാണ് അവൻ ഇതിനെല്ലാം നിന്ന് കൊടുക്കുന്നത്. ഉണ്ണി! മനു ഒരുങ്ങിക്കഴിഞ്ഞ് താഴെ വന്ന് നിന്നിട്ടും ഉണ്ണി ഒരുങ്ങി ഇറങ്ങിയിട്ടില്ല. ഒരുപാട് നേരം അവനെ കാത്തുനിന്ന് മുഷിഞ്ഞപ്പോൾ മനു അവനെ മുകളിലേക്ക് നോക്കി നീട്ടി വിളിച്ചു. അമ്പോ, അപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലേ. ഉണ്ണിയെ കാത്തുന്നത് പോലെ മനുവും അമ്മയും മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് വഴി മനുവിനെ നോക്കി അവൻ ചോദിച്ചു. മനുവിന് അവൻ പറഞ്ഞതിലുള്ള അർത്ഥം മനസ്സിലാകാതെ വന്നതും അവൻ അവനെ തന്നെ നോക്കി സംശയത്തോടെ നിന്നു. സുന്ദരനായിട്ടുണ്ടല്ലോ. നീ ഒന്ന് പോയടാ. ഉണ്ണി വന്ന് മനുവിൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും മനു അവൻ്റെ ആ കൈ തട്ടിയെറിഞ്ഞു. ധൃതി പിടിക്കണ്ട, അവിടെ 11 മണിക്ക് എത്താന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചൂടാവല്ലേ എൻ്റെ ഏട്ടാ. ഉണ്ണി മനുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. നീ ഒന്ന് നടക്ക്. ഓ, ധൃതിയായി കൊച്ചു കള്ളൻ. ഉണ്ണി മനുവിനെ പരമാവധി കളിയാക്കുകയും ഇറിറ്റേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവനെ വെറുതെ ദേഷ്യത്തോടെ നോക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളിനി ഇവന് പെണ്ണ് കാണാൻ വല്ലതുമാണോ പോകുന്നത്? മനു സംശയത്തോടെ ചോദിക്കുന്നത് കേട്ടതും അമ്മയും ഉണ്ണിയും മനുവിനെ സംശയത്തോടെ നോക്കി. അല്ല, ഇവൻ്റെ ഇത്ര നേരം അടുത്തുള്ള ഒരുക്കവും ഈ ഓവർ എക്സൈറ്റ്മെൻറ്റും കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഉണ്ണിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മനു പറഞ്ഞു. തിരികെ അതിലും വലിയൊരു പുച്ഛം കൊടുത്തുകൊണ്ട് ഉണ്ണി കുറച്ചു നേരത്തേക്കൊന്ന് അടങ്ങി. എങ്ങോട്ടാ പോകേണ്ടത്? ഏട്ടൻ നേരെ ഓടിച്ചോ, ഞാൻ വഴി പറഞ്ഞു തന്നോളാം. കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് വലിയ ആളുകളെ പോലെ പറയുന്ന ഉണ്ണിയെ കണ്ട് മനുവിന് ഒരു ചവിട്ട് കൊടുക്കാനാണ് തോന്നിയത്. പിന്നെ ഒന്നടങ്ങി നിന്നുകൊണ്ട് മനു ഡ്രൈവ് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഡ്രൈവ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഉണ്ണി ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് മനു വണ്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞതും മനു മിററിലൂടെ അമ്മയെ ഒന്ന് നോക്കി. പക്ഷേ അമ്മ പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കുന്ന തിരക്കിലാണ്. ഉണ്ണിയെ നോക്കിയപ്പോൾ അവനും ദാ റോഡിലേക്ക് തന്നെ നോക്കിയിരുന്ന് കാഴ്ചകൾ കാണുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞതും മനു കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. സത്യം പറയാമ്മ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ തറവാട്ടിലേക്ക്. പിന്നിൽ നിന്ന് അമ്മയുടെ പതുങ്ങിയുള്ള ശബ്ദം കേട്ടു. അതേ നിമിഷം തന്നെ മനു അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. നേരെ വണ്ടി ഓടിച്ചു പോയി. ഇത്ര നേരം ഉണ്ടായിരുന്നതിൽ നിന്നും അവൻ്റെ കാറിന് വേഗത കൂടിയത് ഉണ്ണിക്കും അമ്മയ്ക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഒന്നും മിണ്ടാൻ പോയില്ല. മനുവിൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. രണ്ടുപേരും ഒരേ ജാതിയും മതവും ഒക്കെ തന്നെയായിരുന്നു. എങ്കിലും പ്രശ്നം വന്നത് സാമ്പത്തികത്തിലായിരുന്നു. ആ സ്ഥലത്ത് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തറവാട്ട് വീട്ടിലെ പെൺകുട്ടിയായിരുന്നു മനുവിൻ്റെ അമ്മ ശ്രീകുമാരി. പക്ഷേ അച്ഛനൊട്ടും മോശമല്ല എങ്കിലും അമ്മയുടെ തറവാട് വീടിന് അത്രയും പെരുമയൊന്നും ഇല്ലാത്ത ഒരു തറവാട്ടിൽ നിന്നുമായിരുന്നു. പക്ഷേ വിവാഹത്തിന് വലിയ എതിർപ്പ് കൂടാതെ തന്നെ രണ്ട് വീട്ടുകാരും സമ്മതിച്ചു കൊടുത്തു. ആദ്യമൊക്കെ ശ്രീകുമാരിയുടെ വീട്ടുകാർക്ക് അല്പം എതിർപ്പായിരുന്നു. എങ്കിലും തൻ്റെ ഏക മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുവാൻ വേണ്ടി ആ അച്ഛനും അമ്മയും പിന്നീടത് സമ്മതിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ശ്രീകുമാരിയുടെ വീട്ടിൽ അല്പം കല്ലുകടിയൊക്കെ തന്നെ ആയിരുന്നു. അവർക്ക് ആ വീട്ടിലേക്ക് ദേവചന്ദ്രൻ വരുന്നതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആദ്യമൊക്കെ വലിയ കുഴപ്പമില്ലാതെ ആയിരുന്നുവെങ്കിലും പിന്നീട് ദേവചന്ദ്രൻ വരുമ്പോഴെല്ലാം അവർ ഒരുതരം അന്യരെ പോലെ പെരുമാറാൻ തുടങ്ങി. ശ്രീകുമാരിയോട് നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നത്. എങ്കിലും ദേവനെ അവരല്പം അകറ്റിയ രീതിയിലായിരുന്നു കണ്ടിരുന്നത്. ആദ്യമൊക്കെ ശ്രീകുമാരി അത് കണ്ടില്ലെന്ന് നടിച്ചുവെങ്കിലും പിന്നീട് അവരത് ചോദിക്കുക തന്നെ ചെയ്തു. സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും എതിർത്ത് നിന്ന് നേടിയെടുത്തതാണ് അവളുടെ ഈ ജീവിതം. എങ്കിലും അവർ സമ്മതിച്ചിട്ട് തന്നെയാണ് വിവാഹം കഴിച്ചത്. എന്നിട്ടും അവരെല്ലാം ദേവനോട് ഇങ്ങനെ പെരുമാറുന്നത് ശ്രീക്ക് അത്രയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും അധികമായപ്പോൾ ഇനി ആ വീടിൻ്റെ പടി ചവിട്ടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ശ്രീകുമാരി. അന്ന് ദേവചന്ദ്രൻ ആ തീരുമാനം ഒരുപാട് എതിർത്തുവെങ്കിലും ശ്രീ അവളെടുത്ത ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നിരുന്നു. അതിൽ പിന്നെ അവൾ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ മാത്രമാണ് തറവാട്ടിലേക്ക് തിരിച്ചു ചെന്നത്.
അപ്പോഴും ഏട്ടന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ കുത്തുവാക്കുകൾ ശ്രീയുടെ ചെവിയിലേക്ക് എത്തിയിരുന്നു. ഒരു കാര്യവുമില്ലാതെ ശ്രീ ദേവചന്ദ്രനെ പോലെ ഒരാളെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അച്ഛനും അമ്മയും മരിച്ചതെന്ന് വരെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ് അന്ന് ശ്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഏട്ടന്മാർ അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ അവരെ അംഗീകരിച്ചിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ മരിക്കുന്നത്. പക്ഷേ എന്നിട്ടും മനുവിനും ഉണ്ണിക്കും അവരെയെല്ലാം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഉള്ളിൽ തൻ്റെ അച്ഛനെ ഇഷ്ടപ്പെടാത്തവരും ബഹുമാനിക്കാത്തവരുമാണ് അമ്മയുടെ വീട്ടുകാർ എന്ന ചിന്ത ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് അത് സ്വന്തം ഏട്ടന്മാരായിരിക്കാം, പക്ഷേ തങ്ങൾക്കത് ആരുമല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ മനുവും ഉണ്ണിയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ വീട്ടുകാരുമായിട്ട് രണ്ടുപേർക്കും വലിയ ബന്ധമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതും മനുവിനും ഉണ്ണിക്കും ഇഷ്ടവുമല്ല. അതുകൊണ്ട് തന്നെ അമ്മ തറവാട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പടിവാതിക്കൽ കൊണ്ടുപോയി അമ്മയെ ഇറക്കി കൊടുത്തിട്ട് അവിടുന്ന് തിരിച്ചു പോരുകയാണ് രണ്ടുപേരുടെയും പതിവ്. ഇനി ഇപ്പോഴത്തെ കാര്യം പറയുവാണെങ്കിൽ അമ്മയുടെ തറവാട്ടിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അതിനുള്ള ദേഷ്യം മുഴുവൻ മനു സ്റ്റിയറിങ്ങിലും ഗിയറിലും ആക്സിലേറ്ററിലും ഒക്കെ ആയിട്ട് തീർക്കുന്നുണ്ട്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.